അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ റിമി ടോമി നമുക്ക് 1 കോടിയിലൂടെ പറഞ്ഞു തന്ന ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ഒരു കുക്കർ നമ്മൾ എടുത്തു. അതിലേക്ക് അടിയിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 കിലോ ബീഫ്, 25 ചുവന്നുള്ളി, പച്ചമുളക്, 1 തക്കാളി, കുറച്ച് കറിവേപ്പില. അതിനുശേഷം നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ ഗരം മസാല പൊടികളെല്ലാം നമ്മുടെ ഒരു കൈക്കണക്കാണ് കേട്ടോ എനിക്ക്. അപ്പം അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കുക. ഓരോ ബീഫിൻ്റെ വേവിനനുസരിച്ച് വേവിക്കുക. അതാ ബീഫ് നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നല്ല പെരളനായിരുന്നു കേട്ടോ, അടിപൊളി പെരളൻ ഫോമിലായിരുന്നു. അതിനുശേഷം വേറൊരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. സവാള ഇട്ട് കൊടുക്കുന്നു. 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തേങ്ങാക്കൊത്ത്, കുറച്ച് ഉപ്പ്, ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. അപ്പം റിമി ടോമി പറഞ്ഞു തന്ന എക്സാക്ട്ലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് കേട്ടോ ഞാൻ ഫോളോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴണ്ട് വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഒന്ന് വരട്ടി എടുക്കണം. വരണ്ട് വന്നപ്പം അതിലേക്ക് കുരുമുളക് പൊടിയും പിന്നെ പെരുംജീരകവും ജീരകവും കൂടെ പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് അവിടെ ഇരുന്ന് എന്തോരം വേണമെങ്കിലും വരട്ടിയെടുക്കാം. അപ്പോൾ ഞാനിത് ഇത്രേ വരട്ടുന്നുള്ളൂ. നല്ല സൂപ്പർ റെസിപ്പി ആയിരുന്നു കേട്ടോ, സൂപ്പർ. മറിയം എന്ത് പറയുന്നു നോക്കാം. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ സൂപ്പറായിരുന്നു. റിമി ചേച്ചിയുടെ ബീഫ് സൂപ്പറാണ്, സൂപ്പർ റെസിപ്പിയാണ്. നല്ല കോംബോ ഉണ്ടായിരുന്നു, സ്വീറ്റ് ആയിരുന്നു, സ്പൈസി ആയിരുന്നു, നല്ല ബീഫായിരുന്നു, ഫ്ലേവർക്ക് ഉണ്ടായിരുന്നു.